നമ്മുടെ ജി സുധാകരൻ അവർകൾ മുൻ മന്ത്രി, സി പി എമ്മിൻ്റെ തലതൊട്ടപ്പനായ നേതാവ്, ആലപ്പുഴയിലെ പ്രമുഖൻ, പി എസിൻ്റെ ഭക്തനായിരുന്നു, പിന്നെ പിണറായി ഭക്തനായി മാറി. അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർ ശരാശരിയിൽ കൂടുതൽ ഉയരുന്നില്ല രാഷ്ട്രീയത്തിൽ അവരുടെ നിലവാരം. എൻ്റെ പ്രിയപ്പെട്ട സുധാകരൻ സാറേ, താങ്കളെപ്പോലുള്ള ചില ആളുകളെ ഒഴിച്ചാൽ, താങ്കളെ ആ ഗണത്തിൽ ഞാൻ പെടുത്തുന്നില്ല, ചിലരെ ഒഴിച്ചാൽ ഇപ്പോഴാണോ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ആയത്? ഇന്ന് മധ്യവയസ്കരായി നിൽക്കുന്നവരും കുറച്ച് സീനിയറായി നിൽക്കുന്നവരും എങ്ങനെയാണ് പിണറായി പക്ഷത്തേക്ക് പോയത്? ആദർശാത്മക രാഷ്ട്രീയമുണ്ടായിരുന്ന, ആദർശത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നുവെന്നും അങ്ങനെ അതിൻ്റെ ഞങ്ങളുടെ നേതാവാണ് വി എസ് എന്നും പറഞ്ഞ് കൂടെ നിന്ന ശിവദാസ മേനോൻ എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിയത്? ഓരോ നേതാക്കളെടുത്തോളൂ. തോമസ് ഐസക് എങ്ങനെയാണ് മാറിയത്? എം എ ബേബി എങ്ങനെയാണ് മാറിയത്? നിങ്ങൾ ആരവണം എടുത്തോളൂ. ഇന്ന് പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഏത് നേതാക്കളെയും സീനിയർ നേതാക്കളും എങ്ങനെയാണ് വി എസിനെ കൈവിട്ടത്? അപ്പോഴും വി എസിനെ കൈവിടാതെ പിരപ്പങ്കോട് മുരളിയെപ്പോലുള്ളവർ എങ്ങനെ കൂടെ നിന്നു? വളരെ കൃത്യമാണ് സുധാകരൻ സാറേ, അത് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അത് ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആദർശാധിഷ്ഠിതമായ കാറൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും ഏംഗൽസിൻ്റെയും പുസ്തകങ്ങളിൽ തൊട്ടുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ താൽക്കാലിക മാത്രം ഇടപെടുന്ന ഒരു സംവിധാനത്തിൽപ്പെടുന്ന പാർട്ടിയാണ്. ആത്യന്തികമായി വിപ്ലവമാണ് നിങ്ങളുടെ ലക്ഷ്യം. തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടിയുള്ള വിപ്ലവമാണ് ലക്ഷ്യം. വർഗ ചൂഷണവും വർഗരഹിതമായ സമൂഹവും ഒക്കെ ചൂഷണം അവസാനിപ്പിച്ച് വർഗരഹിതമായ സമൂഹം ഉണ്ടാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ പെട്ടുപോയത് ഇന്നത്തെ ചെറുപ്പക്കാരല്ല. ഒരു 2000 മുതൽ നിങ്ങൾ എടുത്തു നോക്കൂ. അന്ന് 40 വയസ്സായവർ, 35 വയസ്സായവർ, പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒന്ന് കൃത്യമായി ഞാൻ എണ്ണി പറയാം. ഒന്ന് പാർലമെൻ്ററി വ്യാമോഹം. പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റിൽ വരെ മത്സരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്കറിയാവുന്നുള്ള സി പി എം നേതാക്കൾ തന്നെ 2 നേതാക്കൾ ഒരുപോലെ വളർന്നൊരു പഞ്ചായത്തിൽ വന്നപ്പോൾ ഒരാളിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയപ്പോൾ അടുത്ത ആളിന് പദവി എവിടെ എന്നുള്ള വലിയ കലാപം നടന്നു പാർട്ടിക്കകത്ത്. അവസാനം അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി മത്സരിപ്പിച്ചു, ജയിച്ചു. അതുവരെ പാർട്ടിയിൽ കലാപം നടന്നു. കാരണം അദ്ദേഹം നേതാവിനും കൊടുത്തേ പറ്റൂ. ഓരോ നേതാക്കളും അധികാരമില്ലാതെ നിൽക്കാൻ സീനിയർ സമ്മതിക്കുന്നില്ല, ജൂനിയർ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളല്ലാത്ത എനിക്കൊരു സ്ഥാനവും വേണ്ട എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, ഒരു സി പി എം മെമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കേരളത്തിൽ കാണുമായിരിക്കും, പക്ഷേ എന്തായാലും നേതൃത്വ രംഗത്തില്ല. പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. ചില ന്യൂനപക്ഷം ഉണ്ടായിരിക്കും, ഞാൻ അവരെന്നോട് പോർക്കുക. രണ്ടാമത് സ്വഭാവ ദൂഷ്യം. മദ്യപിക്കാത്ത എത്ര പേരുണ്ടെന്ന്. മൂന്നാമത് സ്ത്രീകളുടെ സമീപനം. സ്ത്രീകളുടെ സമീപനത്തിൻ്റെ പേരിൽ എത്ര പേരെയാണ് പാർട്ടി പുറത്താക്കിയത്? സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഞാൻ പേര് പറയുന്നില്ല, വ്യക്തിയുടെ പേരിലും എത്ര ലൈംഗികാരോപണമാണ് വന്നത്? നയനാരുടെ കാലത്തും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. സ്ത്രീകളോടുള്ള സമീപനം, സ്ത്രീകളോടുള്ള ട്രാപ്പ്. സിന്ധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മറന്നുപോരും സുധാകരൻ സാറേ. ആ പെൺകുട്ടി SFIയിൽ വന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞെന്താണെന്നറിയോ? പുറത്തു പോകാൻ സമയത്ത്, എനിക്ക് ഒരുപാട് പേരെ കൂടെ കിടക്കാൻ കഴിയില്ല, വേണമെങ്കിൽ നേതാവാകാൻ 1-2 പേരെ കൂടെ കിടക്കാം, എനിക്ക് ഒരുപാട് പേരോടെ പറ്റത്തില്ല. അങ്ങനെയുള്ള സിന്ധു ജോയി അറിയാമല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഒരു പരാതി എന്താ? അടക്കം പറയുന്നുണ്ട് അവർ പാർട്ടിക്കകത്ത്, പുറത്ത് പറയുന്നില്ല. കാര്യം പുറത്ത് പറഞ്ഞാൽ അവർ പുറത്ത് പോകേണ്ടി വരും. അടക്കം പറയുന്നുണ്ട് സ്ത്രീകളോടുള്ള സമീപനത്തിൽ, സ്ത്രീകളെ ട്രാപ്പ് ചെയ്യുന്നതിൽ, ഇംഗിതത്തിന് വഴങ്ങുന്ന സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നതിൽ ഒക്കെ പാർട്ടി ഒരുപാട് പെട്ടുപോയി സഖാവേ. അതുകൊണ്ട് പിന്നെ കാശുണ്ടാക്കുന്നതിൽ, ചെറിയൊരു പാർട്ടിയുടെ ലോക്കൽ നേതാവായാലും വലിയ കാറിലാണ് സഞ്ചരിക്കുന്നത്. കോറേ മുതലാളിമാർ, സ്വർണ്ണക്കച്ചവടക്കാർ, സ്വർണ്ണക്കള്ളക്കടത്തുകാർ, എല്ലാവരുമായും ബന്ധമുണ്ട്. വലിയ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കാലഘട്ടവും മാറി. പരിപ്പ് വടയും ചായയും കുടിച്ചിരുന്ന, കട്ടൻ കാപ്പിയും കുടിച്ചിരുന്ന കാലം മാറി. ഏറ്റവും മിനിമം ചിക്കനെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാലമാണ്. ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും, ഈ മുതലാളിമാർ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഒരുപാട് ആളുകൾ മുതലാളിമാരുടെ സ്പോൺസർമാരാണ്. ഒരു അല്പമൊന്ന് നേതാവായാൽ, ഇയാൾ വളർന്നു വരുമെന്ന് മനസ്സിലാക്കിയാൽ മുതലാളിമാർ അവരെ സ്പോൺസർ ചെയ്യും. പിന്നെ അവരുടെ സഞ്ചാരം, യാത്ര, കാറ്, അവരുടെ താമസം, ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നത് മുതലാളിമാരാണ്. നമ്മൾ എത്ര പേര് വേണോ പറഞ്ഞു തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുധാകരൻ സാറേ,
നിങ്ങൾ പുറത്തുനിന്ന് ഈ പറയുന്നത് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ അനുയായികളെ ഉണ്ടാക്കണം. നിങ്ങൾ SFI ആയിരുന്നപ്പോൾ, DYFI ആയിരുന്നപ്പോൾ നിങ്ങൾക്കറിയാവോ, എൻ്റെയും ചെറുപ്പകാലമായിരുന്നു, അന്ന് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് കലാപമുണ്ടാക്കുന്നത് ആരെന്നറിയാവോ? SFIക്കാരായിട്ടുള്ള DYFIക്കാരായിട്ടുള്ള അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനെതിരെയൊക്കെ ഈ പറയുന്ന ചൂഷിതമായിട്ടുള്ള മോശം കാര്യങ്ങൾക്കെതിരെ വർത്തമാനം വരികയും അവസാനം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയും വലിയ തിരുത്തൽ ശക്തിയായി അവർ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരും ഇതിലൊക്കെ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ആർഷോമാരാണല്ലോ SFIയെ നയിക്കുന്നത്. ഇപ്പോൾ ഒരു ശിവപ്രസാദ് എന്താണ് പറയുന്നതെന്ന് കുട്ടിക്ക് എന്താണെന്നറിയില്ല, പറയുന്നത് എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് എന്തൊക്കെ പറയുന്നതെന്നറിയില്ല. അപ്പോൾ ആ നിലയിൽ വളരെ വലിയ രീതിയിൽ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ട്. ഗോവിന്ദ മാഷ് പറയുന്ന പോലെ കാലത്തിന് മാറ്റമുണ്ട്. ഇന്നത്തെ ആഗോളവൽക്കരണത്തിൻ്റെയും പുതിയ കാലത്തും സഹാക്കളെ നിയന്ത്രിക്കുക എളുപ്പമല്ല. പക്ഷേ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയാൻ അർഹതയില്ല. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ് സോഷ്യലിസവും ജനാധിപത്യവും പറഞ്ഞ് പോകുന്നതാണ് നല്ലത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നിയതമായ ചില നീതിശാസ്ത്രമുണ്ട്, രീതിശാസ്ത്രമുണ്ട്. അതുണ്ടായി കഴിയൂ. അല്ലെങ്കിൽ അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല.